ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാലിക പ്രസക്തിയുള്ള ഒരു തിരുവചന ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ ഈ അടുത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ശ്രദ്ധിച്ച ഒരു കൊലപാതകം. ഒരു പെൺകുട്ടി യൗവനക്കാരിയിലെ 30 വയസ്സോളം പ്രായമുള്ള യൗവനക്കാരിയെ ഒരാൾ കൊലപ്പെടുത്തിയ ഒരു സംഭവം നമ്മൾ വായിച്ചതാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കഠിനംകുളം എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവ കഥയാണ്. അപ്പം അതിനകത്ത് ആദ്യം കേസ് നമ്മൾ ന്യൂസൊക്കെ ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആദ്യം ആ സഹോദരിയുടെ ഭർത്താവിനെയാണ് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്തത്. അദ്ദേഹത്തിലൂടെയാണ് അടുത്ത തലങ്ങളിലേക്ക് ആ കേസിൻ്റെ അന്വേഷണം വഴിമാറിയത്. പിന്നീടാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് അവരുടെ ഒരു സുഹൃത്ത് ആണ് അവരെ കൊലപാതകത്തിലേക്ക് നടത്തിയത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു ആൺ സുഹൃത്ത്. അപ്പം അത് നമ്മൾ ഈ ന്യൂസുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച സമയത്ത് അത് ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയിട്ട് അവസാനം അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് കൊലപാതകത്തിലേക്ക് ആ യൗവനക്കാരിയുടെ ജീവിതം അതോടുകൂടി അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കുഞ്ഞ് അനാഥമായി പോകുന്നു. ആ ഭർത്താവ് വേദനയിലേക്ക് വഴിമാറുന്ന ഒരു സാഹചര്യം. എന്താണ് ഈ സംഭവത്തിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഈ സംഭവങ്ങൾ, ഈ ന്യൂസുകൾ ഞാൻ ശ്രദ്ധിച്ച സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വന്നൊരു ചിന്തയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ബൈബിൾ ഇതിനെപ്പറ്റി പറയുന്നത് എന്താണ്? സൗഹൃദങ്ങൾ എപ്പോഴും നല്ലതാണ്. വേദപുസ്തകത്തിൽ നല്ല സൗഹൃദങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, അല്ലേ? ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് വേദപുസ്തകത്തിനകത്ത് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദാവീദും യോനാഥാനും തമ്മിലുള്ള ബന്ധം. അതൊരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. നമുക്കറിയാം, അവർ രണ്ടുപേരും പുരുഷന്മാരായിരുന്നു. അപ്പോൾ തന്നെ അവർ നല്ല ആത്മസ്നേഹിതന്മാരായിരുന്നു എന്നുള്ളതാണ് നമ്മളവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്കറിയാം, ഇന്ന് നമ്മുടെ സഹോദരന്മാർക്ക് ഇല്ലെങ്കിൽ യൗവനക്കാരന്മാർക്ക് യൗവനക്കാരികളെയും യൗവനക്കാരികൾക്ക് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ നടുവിൽ ഇന്നുണ്ട്. അതിനെ എതിർക്കുന്നില്ല ഞാൻ, സ്തോത്രം. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു ബോർഡർ, ഒരു അതിര് നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇന്ന് ഈ സമയം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. അപ്പം അതിര് വിടുന്ന സൗഹൃദ ബന്ധങ്ങൾ നമുക്കറിയാം. ഇന്ന് നമ്മുടെ പിള്ളേരുടെ എൻ്റെ മക്കൾ ഉൾപ്പെടെ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ പണ്ട് ഉറ്റ സുഹൃത്ത് എന്നൊക്കെ പറയും, അല്ലേ? നല്ല ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഇപ്പോൾ ഒരു ഓമന പേര്, ബെസ്റ്റി എന്നൊരു ഓമന പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് പലതിനേക്കാട്ടും മുകളിലാണ്. അവർക്ക് അപ്പനേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, ഇല്ലെങ്കിൽ ഇന്ന് ദൈവം നമുക്ക് നൽകിയ നല്ല ബന്ധങ്ങളെക്കാൾ വലുതെന്നുള്ള ഒരു തലത്തിലേക്ക് ഈ ബെസ്റ്റി എന്നുള്ള വാക്ക് മാറുകയാണ്. അവിടെയാണ് ഈ അപകടം ഇരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അപ്പനുണ്ടായിരിക്കും, അമ്മയുണ്ടായിരിക്കും, ഭാര്യ ഉണ്ടായിരിക്കും, ഭർത്താവ് ഉണ്ടായിരിക്കാം. പക്ഷേ ചിലർ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്ന ഭർത്താവിനെ വിട്ടിട്ടാണ്, ഇല്ലെങ്കിൽ ഭാര്യയെ വിട്ടിട്ടാണ്, ഇല്ലെങ്കിൽ അപ്പനും അമ്മയും വിട്ടിട്ടാണ്. അവിടെയാണ് ഈ സൗഹൃദത്തിൻ്റെ അപകടം കിടക്കുന്നത്. ഇനി വിവാഹിതരായതിന് ശേഷം ഒരാൾ കല്യാണം കഴിഞ്ഞു, ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീ ആകട്ടെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ പലപ്പോഴും കയറി വരാറുണ്ട്. അതിനും ഒരു ഓമന പേരുണ്ട്, ഫാമിലി ഫ്രണ്ട്, അല്ലേ? കുടുംബ സുഹൃത്ത്. ഇതൊക്കെ ഇവിടെ നമ്മൾ ഈ കഠിനംകുളം കേസിലും ഇതൊക്കെ ആ പുള്ളിക്കാരനും അറിയാമായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ആ പുള്ളിക്കാരൻ അതിനെ വിലക്കിയിരുന്നു. പക്ഷേ ആ യൗവനക്കാരിയെ മരിച്ചുപോയ യൗവനക്കാരി അത് ശ്രദ്ധിച്ചില്ല, ഇല്ലെങ്കിൽ അതിനകത്ത് വഴങ്ങിയില്ലെന്നൊക്കെ നമ്മൾ പല ന്യൂസുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് വാർത്താ മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന ന്യൂസാണ് നമ്മൾ ഈ മനസ്സിലാക്കി ഞാനും പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് നമ്മളിത് തിരഞ്ഞെടുക്കേണ്ടത്? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സുഹൃത്തുക്കളോട് കൂടെ പോയി അപകടത്തിലേക്ക് പോയ ഒരു വ്യക്തിയെക്കുറിച്ച് തിരുവചനം വായിക്കുന്നുണ്ട്. എന്തുവാ? ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 1-ാമത് വാക്യം എന്തുവായിരുന്നു? യാക്കോബ് ലേയയ്ക്ക് പ്രസവിച്ച ലേയയിലൂടെ യാക്കോബിന് ഒരു തലമുറ കിട്ടുന്നു, ഒരു പെൺകുട്ടി. അവളുടെ പേര് ദീന എന്നാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ലേയ യാക്കോബിനെ പ്രസവിച്ച ദീന അവൾ കന്യകമാരെ കാണാൻ പോയെന്നാണ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങാൻ പോയെന്ന് പറയാം, അല്ലേ? അങ്ങനെ പോയി. പക്ഷേ എന്നാ പറ്റിയേ? ആ ദേശത്തിലുള്ള ശേഖേം എന്നൊരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ
ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് അവൾ വഴിമാറുന്നുണ്ട്. അത് നമുക്കറിയാം. അതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് ദീനയുടെ 2 സഹോദരന്മാരായിരുന്ന ലേവിയും ശിമയോനും കൊലപാതകന്മാരായിട്ട് മാറുന്നു. അതിനിമിത്തം അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ദേശത്തിന് മുമ്പിൽ എൻ്റെ തല കുനിച്ചു, അപ്പൻ്റെ തല കുനിയേണ്ടി വന്നു എന്നൊരു അപ്പോൾ ശ്രദ്ധിക്കണം, ഒരാൾ സുഹൃത്തുവിനോടൊപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം പോയ ഒരു വ്യക്തിയുടെ പ്രവർത്തികൾ മുഖാന്തരം യാക്കോബിൻ്റെ തല കുനിയേണ്ടി വരുന്നു. അടുത്ത് അവിടെ പറയുന്ന 2ാമത്തെ കാര്യം, ലേവിയും ശിമയോനും എന്ന ദീനയുടെ സഹോദരന്മാർ ആ ശേഖേമിലെ മുഴുവൻ ആൾക്കാരെയും പുരുഷന്മാരെയും കൊന്നുകളയത്തക്ക രീതിയിൽ കൊലപാതകന്മാരായിട്ട് മാറുന്നു. ഇതെല്ലാം ഒരാൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് വന്നതാണ്. എന്തുവാ ചോദിച്ച്? ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പദത്തിനകത്തേക്ക് നമ്മൾ വരാൻ കഴിയുന്നുണ്ട് അല്ലേ? സ്തോത്രം. ഇവിടെ എല്ലാമാണ് നമ്മൾ ഇന്ന് ഈ സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ദൈവമക്കളായി നമ്മളോട് ദൈവത്തിൻ്റെ വചനം അതിനെപ്പറ്റി പറയുന്നത് എന്താ എന്നാണ് നമ്മൾ ഇന്ന് ഈ സമയം പരിശോധിക്കുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നത്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ആശ്രയിക്കണം. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഈ കാലത്ത് സുഹൃത്തുക്കൾ ആവശ്യമാണ് ഏതെങ്കിലും തരത്തിലുള്ള, പക്ഷേ അതിനകത്തൊരു അതിരുണ്ടായിരിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഇപ്പം ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ അപ്പം തിന്നവനും എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാല് ഉയർത്തി. എന്താ അതിൻ്റെ അർത്ഥം? അപ്പം അദ്ദേഹം പ്രാണസ്നേഹിതൻ എന്ന് പറഞ്ഞ വ്യക്തി പോലും അദ്ദേഹത്തിനെതിരെ കുതികാല് ഉയർത്തുവാനിടയിൽ. അതിൻ്റെ അർത്ഥം മനുഷ്യനെ നമ്മൾ ഒരിക്കലും ആശ്രയിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത്. ഇന്ന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രാണസ്നേഹിതൻ എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ രക്തത്തിന് രക്തമെന്നോ മാംസത്തിന് മാംസമെന്ന് പറയുന്ന വ്യക്തികൾ നാളെ നമുക്ക് വിരോധമായിട്ട് എഴുന്നേൽക്കാം, ശത്രുവായി മാറാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. അടുത്ത മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 5-ാമത് വാക്യത്തിലേക്ക് വരുന്ന സമയത്ത്, സ്തോത്രം, കൂട്ടുകാരിൽ നീ ആശ്രയിക്കരുത്, സ്നേഹിതനിൽ നീ ആശ്രയിക്കരുത്, നിന്റെ മാർവിടത്തിൽ ശയിക്കുന്ന ഭാര്യയെ നീ വിശ്വസിക്കരുത് എന്നുപോലും പറയുന്ന ഒരു ഭാഗത്തെ നമുക്ക് മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 5-ാമത് വാക്യത്തിൽ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇവിടെയെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം, സ്നേഹിതന്മാരുടെ ഒരു അപകടം. ഇനി സ്നേഹിതന്മാരുണ്ട്, നല്ല സ്നേഹിതന്മാരുണ്ട്. സദൃശ്യവാക്യങ്ങൾ 17-ൽ പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്, ഫ്രണ്ട് ബിക്കം ബ്രദർ എന്നാണ്. സ്തോത്രം. എന്തുവാ? സ്നേഹിതൻ സഹോദരനായിട്ട് മാറും. എങ്ങനെ? നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ ഈ സ്നേഹിതൻ നമുക്ക് ആരായിട്ട് മാറും? സഹോദരനായിട്ട് മാറും. അങ്ങനെ നല്ല സ്നേഹിതന്മാരുണ്ട്. ഇത് കിട്ടുക പ്രയാസമുള്ള ഒരു കാര്യമാണ്. സ്തോത്രം. സദൃശ്യവാക്യങ്ങൾ 18-24 പറയുന്നത് വളരെ സ്നേഹിതനുള്ളവൻ നശിക്കുമെന്നാണ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളവരുണ്ടെങ്കിൽ ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ആ വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായത്തിൻ്റെ 24-ാമത് വാക്യം, വളരെ സ്നേഹിതന്മാരുണ്ടോ നിനക്ക്, നീ ഉറപ്പായിട്ട് നശിക്കും. അതിനകത്ത് ഒരു സ്തോത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മപ്രധാനമുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത് സദൃശ്യവാക്യം തന്നെ 27-14 പറയുന്നു, അധികാലത്ത് നീ എഴുന്നേറ്റ് കൂട്ടുകാരനെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ അത് ശാപമായിട്ട് കണക്കിടുമെന്നും പറയുന്നുണ്ട്. അപ്പം രാവിലെ എഴുന്നേറ്റ് കൂട്ടുകാരനെ അനുഗ്രഹിക്കരുത്, അനുഗ്രഹിച്ചാൽ അത് നിനക്ക് ശാപമായിട്ട് കണക്കിടുമെന്ന് പറയുന്നു. ഒരാൾ നമ്മളെ വെറുക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു കൂട്ടുകാരനെ നമ്മൾ വെറുക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സദൃശ്യവാക്യങ്ങൾ 25-17 പറയുന്നു, അവൻ നിങ്ങളെ വെറുക്കാതിരിക്കേണ്ടതിന് സ്നേഹിതൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൂടെ എന്ത് ചെയ്യരുത്? ചെല്ലരുത്. ഇതൊക്കെ സ്നേഹിതന്മാർ അല്ലെങ്കിൽ ഫ്രണ്ട് പാലിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വാക്കുകൂടെ ഒന്ന് പറയണേ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യത്തിലേക്കൊന്ന് വന്നേ. 4-ാമത് വാക്യം, സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു, എളിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു. ശ്രദ്ധിച്ചു, ആ വാക്ക് ഒരു വേരിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. കൂട്ടുകാരെ വർദ്ധിപ്പിക്കുന്ന ആരാ? സമ്പത്തുള്ളവനാണ്. എൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പം എനിക്ക് ഇച്ചിരി പൈസ ഉണ്ടെന്ന് ചിന്തിക്കുക, നമ്മളോടൊപ്പം സുഹൃത്തുക്കൾ കാണും. അപ്പം സുഹൃത്തുക്കളുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. ആഹാരമോ
ഇല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ ഇന്നത്തെ ലോകത്തിൻ്റെ തലത്തിലേക്ക് ചെന്ന് മദ്യമോ മയക്കുമരുന്നിന് അടിമപ്പെടുന്നോ ഒക്കെ സുഹൃത്തുക്കൾ. സ്വന്തമായിട്ട് ചെലവഴിക്കാൻ പൈസ കാണുന്നില്ല, പക്ഷെ അങ്ങനെ ഉള്ളവരോടൊപ്പം ചേർന്ന് കൂട്ടുകൂടി നമുക്ക് ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഇനി നിനക്ക് വേണ്ടി ഞാൻ ജീവനെ വെക്കാൻ പോലും തയ്യാറാണെന്നുള്ളൊരു ഇമോഷൻ അവർക്ക് കൊടുത്തിട്ട് അവരുടെ പൈസ, അവരുടെ സമ്പത്ത്. അപ്പോൾ സമ്പത്തുണ്ടെങ്കിൽ കൂട്ടുകാരെന്ത് ചെയ്യും? വർദ്ധിക്കും. ഇതില്ലാതിരിക്കുന്നവരാ? എളിയവനോ കൂട്ടുകാരോട് അകന്നിരിക്കും. എൻ്റെ അർത്ഥം എന്നതാ? കൂട്ടുകാരിലില്ലാതിരിക്കുന്നത് എളിയവർക്കാണ്. സമ്പത്തില്ല, പാവങ്ങളായിരിക്കും, അവർക്കൊരിക്കലും കൂട്ടുകാർ കാണത്തില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് അപകടത്തിലേക്ക് എന്ത് ചെയ്യരുത്, പോകരുത്. ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന വിശ്വാസികളായ ഇല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ചില വ്യക്തികളുണ്ടാകും. ഇന്നത്തെ കാലമൊക്കെ നമുക്കറിയാം, ഒരു ന്യൂ ഇയർ വിഷു പറയാത്തതിന്, പുതിയ വർഷത്തിലേക്ക് കയറിയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയാത്തത് കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ദേഹത്ത് മുറിവേൽപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചതാണ്, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടിട്ട് ഒരാൾ വിശേഷം തിരക്കാത്ത, അങ്ങനെ എന്തോ മിണ്ടാതെ പോയതുകൊണ്ട് അവൻ്റെ വീട്ടിൽ വന്ന് മറ്റവൻ കൊല്ലുന്നു. അപ്പം അതൊരു സൈക്കോ പോലെ പ്രശ്നമായിട്ട് മാറുന്നൊരു തലമാണ്. അപ്പം നമുക്കിതിനെല്ലാത്തിനും ഒരു അതിർത്തി ഉണ്ട്. ഈ അതിർത്തി വിട്ടു പോകുമ്പോഴാണ് മാനസികമായിട്ട് ചില അസ്വസ്ഥതകളിലേക്ക്, ചിലർ കൊലപാതകന്മാരായിട്ടോ ചിലർ അങ്ങനെയുള്ള അപകടകരമാകുന്ന തലത്തിലേക്ക് പോകുന്നു. ഇവിടെയും നമുക്കറിയാം, ഈ കഠിനംകുളം നടന്ന കേസ് നമുക്കറിയാം. അവർ സുഹൃത്തുക്കളായി വന്നവർ പിന്നെ അതൊരു ഇല്ലീഗൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ട്. അല്ല, സ്തോത്രം. പിന്നെ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ആളിന് ഈ പെൺകുട്ടിയെ പൂർണ്ണമായിട്ട് സ്തോത്രം വേണം, എന്നോടൊപ്പം നീ വരണം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിമാറുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, നിനക്ക് ഒരു കുടുംബമുണ്ടെങ്കിൽ, നിനക്ക് മക്കളുണ്ടെങ്കിൽ, ഭാര്യയുണ്ടെങ്കിൽ, ഭർത്താവുണ്ടെങ്കിൽ, അവരെ നോക്കി അവരെ പരിപാലിച്ച് പോകുന്നതായിരിക്കും നിൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത്. ഇനി ഞാനതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ സ്നേഹിതർ, ഈ ലോകത്തിലെ സ്നേഹിതരെല്ലാം താൽക്കാലികമാണ്. ഇവരെല്ലാം നമ്മളെ വിട്ടുമാറും, ഇല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടുമാറും. മരണമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതൊന്നും നമ്മളാരും ഇവിടെ സ്ഥിരവാസികൾ അല്ല. അങ്ങനെയെങ്കിൽ നമുക്കൊരു സ്നേഹിതൻ ഉണ്ട്. ആരാണ് നമ്മുടെ സ്നേഹിതൻ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് സ്നേഹിതനായ ഒരു നല്ല സ്നേഹിതനെ കുറിച്ച് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്, അല്ലേ? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസനെ അറിയായ്ക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുകയില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. നിങ്ങൾ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സ്നേഹിതനാണ്. അപ്പം നമുക്ക് ആരുടെ സ്നേഹിതനാകാം? നമ്മുടെ കർത്താവിൻ്റെ സ്നേഹിതനാകാം. ഇനി ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഭാര്യ, ഭർത്താവ്, മക്കൾ, അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ, മക്കൾ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അന്നൊരു ഫാമിലിക്കകത്ത് ജീവിക്കുന്നതാണെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്നു, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. സ്തോത്രം. ഭാര്യ, ഭർത്താവ്, പരിശുദ്ധാത്മാവ്, ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ബന്ധം. ഇതിനപ്പുറത്തേക്ക് വഴിമാറിയാൽ അപകടത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. വേദപുസ്തകം ഒന്നുകൂടെ ഞാൻ ഇറങ്ങി പറയുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്ന രക്തബന്ധമാണ്, ബ്ലഡ് റിലേഷൻഷിപ്പാണ്, അല്ലേ? അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. പക്ഷേ വിവാഹം കഴിയുന്ന ഒരു സ്ത്രീയോടും പുരുഷനോടും വേദപുസ്തകം പറയുന്നത് എന്തുവാ? നീ നിൻ്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പം ഏറ്റവും വലിയ ബന്ധമായ പാരൻസിനെ പോലും വിടാൻ പറയുന്നൊരു ബന്ധമാണ് കുടുംബജീവിതം, ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. അപ്പം അതിന് അപ്പനും അമ്മയേക്കാൾ വലുതാണ് സുഹൃത്ത്, അപ്പനമ്മയേക്കാൾ വലുതാണ് ബെസ്റ്റി, അപ്പനമ്മയേക്കാൾ വലുതാണ് ഫ്രണ്ട് അല്ല. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ അപകടം വരുത്തും രീതിയിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും നല്ല സ്നേഹിതനായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷിതാവുമായ യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അവൻ നമ്മുടെ സ്നേഹിതനാണ്, അവൻ നമ്മുടെ എല്ലാമാണ്, അവൻ നമ്മുടെ പ്രാണസ്നേഹിതനാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.